1934 മാവേലിക്കര രാജകുടുംബാംഗമായി ജനിച്ച മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്ന MS വല്യത്താൻ. ഡോക്ടർ MS വല്യത്താൻ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആദ്യ ബാച്ചിൽ തന്നെ MBBS പഠനം പൂർത്തിയാക്കുകയും ഉപരിപഠനത്തിനായി UK ചെല്ലുകയും അവിടെ നിന്ന് പ്രശസ്തരായ ഡോക്ടർ ജോൺസ് ഗിബോണിന്റെ നേതൃത്വത്തിൽ ഓപ്പൺ ഹാർട്ട് സർജറിയും കൃത്രിമവാൽവ് നിർമ്മാതാവായ ഡോക്ടർ ചാൾസ് ഹഫിനേഗലിന്റെ കീഴിൽ വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അന്നത്തെ കാലഘട്ടത്തിലെ കേരള മുഖ്യമന്ത്രിയായിരുന്ന C. അച്യുതമേനോന്റെ ക്ഷണപ്രകാരം കേരളത്തിലെത്തുകയും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചുമതലയേൽക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ആയുർവേദത്തെക്കുറിച്ച് കൂടുതൽ തിരിച്ചറിയുകയും ആയുർവേദത്തിന്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. വൈദ്യഭൂഷണം രാഘവൻ തിരുമുൽപ്പാട് സാറിന്റെ കീഴിൽ ആയുർവേദത്തെ കൂടുതൽ തിരിച്ചറിഞ്ഞ അദ്ദേഹം 2003 ലെഗസി ഓഫ് ചരക എന്ന പുസ്തകവും 2006 ലെഗസി ഓഫ് സുശ്രുത സംഹിത എന്ന പുസ്തകവും 2009 ലെഗസി ഓഫ് അഷ്ടാംഗഹൃദയം എന്ന പുസ്തകം രചിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആത്മകഥയായ മയൂരശികയിൽ അദ്ദേഹം ഇങ്ങനെ പ്രതിപാദിക്കുകയുണ്ടായി: ശരീരത്തിലെ ദുർദോഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആയുർവേദത്തിന്റെ രോഗനിർണയം തികച്ചും ശാസ്ത്രീയ അടിത്തറയുള്ളതാണെന്നും രോഗിയുടെ ചര്യയും രീതികളും അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രകൃതി നിർണയം ഇന്ന് കാലത്ത് DNA അടിസ്ഥാനപ്പെടുത്തി നടത്താവുന്ന ഒരു പ്രകൃതി നിർണയമായി കണക്കാക്കുകയും അതിനായി അദ്ദേഹം ബയോളജിക്കൽ റിസർച്ച് എന്ന ശാസ്ത്രശാഖയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിന് എതിരമായി നിൽക്കുന്ന മറ്റ് ശാസ്ത്രശാഖകളെല്ലാം തന്നെ ഉച്ചമനോഭാവത്തോടെ കാണുകയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പടച്ചുവിടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഡോക്ടർ MS വല്യത്താൻ. അദ്ദേഹത്തിന്റെ വാക്കുകളെ തന്നെ കടമെടുത്ത് പറയുകയാണെങ്കിൽ, ആധുനിക വൈദ്യശാസ്ത്രമാണ് ശരിയെന്നുള്ള മർക്കടമുഷ്ടി പാടില്ല. മറ്റു ചികിത്സാ സമ്പ്രദായങ്ങളെ കൂടെ കൂട്ടിണക്കിക്കൊണ്ടുള്ള ചികിത്സാ രീതിയാണ് ശരിയെന്നും പരസ്പര പൂരകങ്ങളായി നിലനിൽക്കുന്നത് കൊണ്ട് ഒന്നിന് സാധിക്കാത്തത് മറ്റൊന്നിന് സാധിക്കുമെന്നുള്ള തിരിച്ചറിവ് ലോകത്ത് എല്ലാവരിലും എത്തിക്കഴിഞ്ഞെന്നും ഇതിന്റെ ഗുണം കിട്ടുന്നത് സാധാരണ ജനങ്ങൾക്കാണെന്നുള്ള തിരിച്ചറിവ് ലോകത്തെത്തിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനകൾ കണക്കിലാക്കിക്കൊണ്ട് ഇന്ത്യക്കകത്തും പുറത്തുമായി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച അദ്ദേഹത്തിന് 2005 ഇന്ത്യൻ ഗവൺമെന്റ് പത്മവിഭൂഷൺ നൽകി ആദരിക്കുകയുണ്ടായി. തന്റെ വിരലുകൾ കൊണ്ട് ഹൃദയസ്പന്ദനം നിലയ്ക്കാതെ കാത്തുസൂക്ഷിച്ച അദ്ദേഹം ഇന്നും തുടിക്കുന്ന പല ഹൃദയങ്ങളിലും ജീവിക്കുകയാണ്. ഡോക്ടർ MS വല്യത്താന് ബാഷ്പാഞ്ജലി, പ്രണാമം.